വരുന്നുണ്ട് നിലത്തൊന്നല്ലപ്പോ ഏതോ പൊക്കത്താന്നാ വിചാരം. ഏടിയാന്നായിരിക്കും മനക്കേട്ട് ഒരുങ്ങിക്കെട്ടി പോന്നത്. വരുന്നൊരു വണ്ടിയും വാങ്ങിക്കിപ്പോ. ഓന് ഇതൊന്നും അറിയുന്നില്ലായിരിക്കും. ഇവളെത്ര കണ്ടതാ ഇതൊക്കെ. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ഇങ്ങനെ പോന്നേ എന്തായാലും ഒന്നില്ലേ എന്താ ചോണക്കോടിയാ ഇതാരും തന്നാ. പിന്നെ പൈസ ഉണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ വാങ്ങാന്ന് വെച്ച് 3 വാങ്ങിത്തന്നെ കെട്ടിയോ. നിങ്ങൾക്കൊന്നും വാങ്ങിക്കില്ല? എന്താ വാങ്ങിത്തരാണ്ട് വാങ്ങിത്തരുന്ന നിങ്ങൾ എടുത്തോളി. നിങ്ങക്ക് തൊഴിലുറപ്പിനൊക്കെ പോയാ പോരെ? തൊഴിലുറപ്പിന് പോയ എന്റെ കാല് വെച്ചാളി. ഇതൊരു പൊങ്ങച്ച നിലത്തൊന്നല്ല. ഓള് കല്യാണമ്മ നടന്നു വന്ന് ചോദിക്കില്ല എന്റെ ഓനൊന്നും വരുത്തില്ലേന്ന്. ആരും വരുത്തില്ല, ഓൻ വരുത്തില്ല. ഓനെന്തോ തെറ്റി പോയതാ. ഓള് ഓന്റെ വീട്ടിലേക്കും പോക്കില്ല, ഇങ്ങോട്ട് വരുത്തില്ല. ആണോ? ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കോ. ഒരു കുഞ്ഞനുണ്ട്, അതിനെ ആടെ ഇട്ടേച്ച് ഇവിടെ ഇങ്ങനെ. എന്റെ മോളെ ഞാൻ കാണലുണ്ട് ആ തള്ളലും കൂടി ചാനായിക്ക്. അതിന് ഊരയില്ല കാലം. ഇപ്പഴും ഒരുങ്ങി കെട്ടി ദിവസം അങ്ങ് പോകേ ചെയ്യൂ. മുടിയൊക്കെ എന്താന്നാ കണ്ടാ അറിയാം. ഭയങ്കര പൊങ്ങച്ചാ. ഇമ്പളൊക്കെ കണ്ടാലുണ്ടല്ലോ ഇങ്ങനെ ഒരു വാക്കലായാലും ഇമ്പളി ഇത് ചോദിക്കാൻ പോകുന്നു. ഇമ്പക്കെന്താ ഇമ്പക്ക് എടുക്കാൻ മാത്രം, ഇമ്പക്ക് കാണാൻ മാത്രം ഇമ്പളെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇമ്പളെന്തിനാണ് ഇമ്പളെന്തിന് കാണിക്കാനാ? അങ്ങ് പോയാ പോരെ. എന്തിനാ ആടെ നിന്നൂടായിട്ടായിക്ക്? ഒന്നും എടുക്കാലോ. ആന്നോ? ചായയും കുടിച്ച് ഇതിങ്ങനെ ശരി. ചെറുത് വിശക്കുന്നോന്നും പറഞ്ഞില്ല എവിടെ ഉണ്ടാക്കാന്നല്ലാണ്ട് ഈ അമ്മച്ചിക്ക് എപ്പോഴെങ്കിലും സമയമുള്ള എനിക്ക് തിന്നാൻ കൊടുക്കും. പിന്നെ കിടന്നുറങ്ങുക. ഇതന്നെയാ പരിപാടി. കിടന്നുറങ്ങാ ഫോണ്. ഫോണിൽ ഇത് ആരോടാണ്? ഒരു സാധനം ചെവിയിൽ വെക്കുന്ന സാധനം പുതിയ കണ്ടുപിടിക്കില്ലേ? ഒരു കാര്യം ചെയ്യോ, അടുത്ത പ്രാവശ്യം ഇനി കാണുന്നേരോ എന്താണ് എന്തെന്നാ ഒരു മണക്കുന്നേ? എന്ത് കണക്കേ? ഒന്നും മണക്കുന്നില്ല. ഒരു കരിഞ്ഞ മണം പോലെ. ആരോ പ്ലാസ്റ്റിക്കിനങ്ങാ തീയിട്ടിട്ടുണ്ടാവും. പിടിപ്പിക്കണം. 25,000 ഫൈന്. പ്ലാസ്റ്റിക്കിന്റെ ഒന്നല്ല. പ്ലാസ്റ്റിക് അല്ലാലോ. പ്ലാസ്റ്റിക് ആന്നിട്ടിയ അല്ല, മീൻ തന്നെയാ കരിഞ്ഞ് മണക്കുന്നത്. മീനാ? എന്റെ അയക്കൂറ പഠിച്ചോനെ, കരിഞ്ഞോയും തോന്നുന്നു പഠിച്ചോനെ. അല്ല മോളെ, അണക്ക് അതിലൂടെ ഇങ്ങ് പോയാ പോരാ. എന്റെ മീൻ കരിഞ്ഞുപോയി. എന്തിനാ ഇത്രയും കഥയും പറഞ്ഞു നിന്ന് ഇവിടെ? വണ്ടി എടുക്കാൻ വന്നിക്കേ, വണ്ടി എടുത്തങ്ങ് പോയാ പോരെ. മീൻ കരിഞ്ഞുപോയി. 500 ഉറുപ്പ്യന്റെ അയക്കൂറ വാങ്ങിക്കൊണ്ടോന്താ കരിഞ്ഞുപോയി. കോളനിയൊക്കെ ഒന്നിട്ട് കിട്ടിയ അയക്കൂറ. എന്തിനാ നിന്ന് കഥ അറിയേ? നിങ്ങൾ പിടിച്ചിപ്പിച്ചല്ലേന്നാ ഞാൻ എടുക്കാൻ പോന്നെ. ഞാൻ കൂട്ടാളുടെ വരെ പോവുക. പൈസ ഉണ്ട്, ഒരു 500 ഉറുപ്പ്യ. 500 ഉറുപ്പ്യ ഉണ്ട് ആകെ. അതേ ഉള്ളു പൈസ. അങ്ങനെ പറയരുത്. എപ്പോഴാ തിരിച്ചു തരിക? എനിക്ക് ഇന്ന് തന്നെ തരുമോ പൈസ? ഇന്നില്ല. കുടുംബശ്രീന്ന് ബാങ്കിൽ അടയ്ക്കാൻ വെച്ച പൈസ ഒരു 500 ഉറുപ്പ്യ വാങ്ങി അടക്കം ഞാൻ തരൂ. മനുഷ്യൻ ഇന്ന് കൊല്ലൊന്നിക്ക് കൊലപാതകം നടക്കൂടാ. ഞാൻ 500 ഉറുപ്പ്യക്ക് മാർക്കറ്റിൽ പോയിട്ട് മീനും കഴിക്കോളെ. ഇല്ല 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 ഇല്ല, ഇനി എന്നെ കാണലുണ്ടാകല. ഞാൻ പോയിട്ട് വാങ്ങാട്ടോ. അങ്ങനെ മറന്നു വെച്ചിട്ടോ? അനക്കറിയാലോ, ഇനി നാളെ നേരം വെളുത്ത എന്നെ കാണലുണ്ടാകല. ഞാൻ വാങ്ങാം. പണ്ടാരം കുടുങ്ങിയല്ലോ. ആ സുധിയേട്ടൻ കാലം ഒടിഞ്ഞ് കിടന്നേരം പിന്നെ എനിക്ക് ആ സൂര്യക്കേട് അല്ല കുരിപ്പ് ഓരോന്ന് പറ്റിച്ചേച്ചിട്ട് ഉള്ള പൈസയും പോയി. ഇനിയിപ്പോ എന്നാണ് ഇവിടെ കിട്ടുക? അങ്ങ് വണ്ടി എടുത്ത് പോയാ ഓരോരോ ബെന വരുന്നത്.